कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे വിഷുനാളിൽ അമ്പലപ്പുഴ തിരുനടയിൽ എത്തിയ നാം അത് കഴിഞ്ഞിങ്ങോട്ട് അമ്പലപ്പുഴയ്ക്കും പരിസര പ്രദേശത്തുമുള്ള ചരിത്രവിസ്മയങ്ങളായി നിൽക്കുന്ന ക്ഷേത്രങ്ങളുടെ കാഴ്ചകൾ കണ്ടുവരികയായിരുന്നു. അതിൽ തകഴി ധർമ്മശാസ്താക്ഷേത്രവും ചങ്ങങ്കരി ധർമ്മശാസ്താക്ഷേത്രവും എല്ലാം ഉൾപ്പെട്ടു. ധർമ്മശാസ്താക്ഷേത്രങ്ങൾ ധാരാളമുള്ള ഭൂമികയിൽ ഇനിയുമുണ്ട് ശാസ്താക്ഷേത്രങ്ങൾ ചിലത് കാണുവാൻ. അതിൽ തന്നെ എല്ലാം ചെമ്പകശ്ശേരി രാജാവിൻ്റെ രാജപ്രഭാവമുള്ള കാലഘട്ടത്തിൻ്റെതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്ഷേത്രങ്ങളാണ്. അത്തരത്തിലൊരു ക്ഷേത്രഭൂമിയിലേക്കാണ് ഇന്ന് നാം യാത്ര നടത്തുന്നത്. അതിനായി തകഴി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് എടത്വായിലേക്ക് പോകുന്ന വഴി നമുക്ക് കുറേയധികം സഞ്ചരിച്ചു വരാനുണ്ട്. ഇങ്ങനെ സഞ്ചരിച്ചു വരുന്ന വഴിയിലൂടെ സഞ്ചരിച്ചു വരുമ്പോഴൊക്കെ നമുക്ക് പുരാതനമായ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ മന്ദിരങ്ങളും ഒക്കെ കാണാനാകും. അതിമനോഹരമായ പല കാഴ്ചകളും കണ്ടുകൊണ്ടാണ് യാത്ര മുന്നോട്ട് പോരുന്നത്. തകഴി ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് കാമപുരം ക്ഷേത്രം കാണാനാകും. വലിയ കുളവും അതിന് സമീപത്തെ ക്ഷേത്രവും ഒക്കെ കാണാനാകും. ഗ്രാമസൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന വഴികളിലൂടെ ഒരു യാത്ര അത് നമുക്ക് ഊർജ്ജം നൽകുക തന്നെ ചെയ്യും. എന്നാൽ ആലപ്പുഴ ജില്ലയുടേതായ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തിൻ്റെതായ പല മനോഹാരിതകളും ഇനിയും നമുക്ക് ഒപ്പിയെടുക്കുവാനുണ്ട്. കാഴ്ചകളും അത് നൽകുന്ന ചൈതന്യവുമായി ഈ ദിവസം ആരംഭിക്കാം. എന്നാൽ എല്ലാ അനുഗ്രഹങ്ങളും നൽകുവാൻ അമ്മയുടെ വാക്കുകളാകട്ടെ ആദ്യം. ചിന്താമൃതം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ അന്യരുടെ കുറ്റവും കുറവും കാണുകയും പറയുകയും ചെയ്യുന്നവർക്ക് സാധനയിൽ ഒരിക്കലും പുരോഗതി കൈവരിക്കാൻ കഴിയില്ല. ആരെയും മനസ്സ വാച കർമ്മണ ദ്രോഹിക്കരുത്. ജീവജാലങ്ങളോട് ദയ കാട്ടണം. അഹിംസയാണ് പരമമായ ധർമ്മം. അമ്മയുടെ വാക്കുകളിലൂടെ നമ്മുടെ മനസ്സ് ഉണരട്ടെ.
അമ്പലപ്പുഴ ജില്ലയിലെ, പ്രത്യേകിച്ച് കുട്ടനാടിലെ ക്ഷേത്രങ്ങളാണെങ്കിലും ഗ്രാമങ്ങളാണെങ്കിലും കൃഷിപ്പാടങ്ങളാണെങ്കിലുമെല്ലാം ജലവുമായി ഒരുപാട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. കിഴക്കിൻ്റെ വെനീസ് എന്ന് ആലപ്പുഴയ്ക്ക് പേര് വരുവാൻ കാരണം തന്നെ ഇവിടുത്തെ കായലുകളും കൈത്തോടുകളുമൊക്കെയാണ്. ഈ കൈത്തോടുകളിലൂടെ വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും ആലപ്പുഴ ജില്ലയുടെ ജീവിത രീതികൾ തന്നെ നാം മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ നാം തായങ്കരിയെക്കുറിച്ചും ചങ്ങങ്കരിയെക്കുറിച്ചും കൈനകരിയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ താളം. ജലം ഇങ്ങനെ എപ്പോഴും ആ കാറ്റിലുലയുന്ന ശബ്ദത്തിൻ്റെ താളം. അതുപോലെ തന്നെ അതിലൂടെ വള്ളങ്ങൾ തുഴഞ്ഞു പോകുന്നു. സാധാരണ വള്ളം, മരം കൊണ്ടുണ്ടാക്കിയ വള്ളത്തിൽ ആ ഒരു തുഴഞ്ഞു പോകുന്നതിൻ്റെ ശബ്ദം, ഇതൊക്കെയാണ് ഈ ഒരു ഗ്രാമജീവിതത്തിൻ്റെ താളം എന്ന് പറയുന്നത്. ഇതൊഴിവാക്കിക്കൊണ്ട് സത്യത്തിൽ നമുക്ക് ഈ ഒരു ആലപ്പുഴ ജില്ലയിൽ അല്ലെങ്കിൽ കുട്ടനാടിൻ്റെ ഭാഗമായ ക്ഷേത്രങ്ങളെ കാണാനാകില്ല. അത്യന്താധുനിക സൗകര്യങ്ങൾ വന്നു, റോഡുകൾ വന്നു എങ്കിൽ പോലും ഇപ്പോഴും ഈ കൈത്തോടുകൾ ഇവിടുത്തെ ജലഗതാഗതവും ഒക്കെ ഇന്നും പലയിടങ്ങളിലേക്കും പോകാനുള്ള മാർഗം തന്നെയാണ്. പലരും ഇന്നും വള്ളത്തെ ആശ്രയിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാനായി. പല വീടുകളിലും സ്വന്തമായി വാഹനങ്ങൾ ഉള്ളതുപോലെ തന്നെ വള്ളങ്ങളുമുണ്ട്. ഇന്ന് നാം ഇങ്ങനെ ഒരു യാത്ര നടത്തുന്നത് ഈ പ്രദേശം അറിയപ്പെടുന്ന എടത്വയ്ക്ക് അടുത്തുള്ള പച്ചയിൽ എന്ന പ്രദേശമാണിത്. ഇവിടെ ചെമ്പകശ്ശേരി രാജാവിൻ്റെ രാജപ്രഭാവമുണ്ടായിരുന്ന ഒരു പ്രദേശം തന്നെയാണ്. ഇന്നും രാജകീയ വാഴ്ചകളുടെ മുദ്രകൾ സൂക്ഷിക്കപ്പെടുന്ന പ്രദേശം. ഇവിടെ നാം പറഞ്ഞു, തകഴി ഭാഗത്ത്, പ്രത്യേകിച്ച് അമ്പലപ്പുഴ കഴിഞ്ഞ് തകഴിയിൽ വന്നു കഴിഞ്ഞാൽ ധാരാളം ധർമ്മശാസ്താ ക്ഷേത്രങ്ങൾ, നിരവധിയായ അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ശാസ്താക്ഷേത്രങ്ങൾ വരുന്നതിനൊരു പ്രധാന കാരണം ഇവിടെ മുൻപുണ്ടായിരുന്ന ബുദ്ധവിഹാരങ്ങളായിരുന്നു എന്നും പറഞ്ഞു. എന്നാൽ ഓരോ ക്ഷേത്രങ്ങളും വളരെ ചരിത്ര പ്രധാനമുള്ളതാണ്. ചില ക്ഷേത്രങ്ങൾ പഴയ കാലത്ത് വളരെയേറെ അറിയപ്പെട്ടിരുന്നു, പിന്നീട് അത് അപ്രസക്തമായി പോയി. ഇന്ന് ഈ വള്ളത്തിലൂടെ നാം യാത്ര ചെയ്ത് അങ്ങനെ ഒരു കാലത്ത് പ്രസിദ്ധവും പിന്നീട് അപ്രസക്തവുമായി പോയൊരു ക്ഷേത്രം അന്വേഷിച്ചാണ് പോകുന്നത്. ക്ഷേത്രം ഇരിക്കുന്ന പ്രദേശത്തിൻ്റെ നാമം തന്നെ കോട്ട എന്നാണ്. രാജാവിന് പ്രാധാന്യമുണ്ടായിരുന്ന പ്രദേശത്ത് ഒരു ക്ഷേത്രം ഉണ്ടാവുകയും അതിന് കോട്ട എന്ന നാമം ഉണ്ടാകുന്നതിന് പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാമല്ലോ. കോട്ടയിലുള്ള ഒരു ധർമ്മശാസ്താ ക്ഷേത്രം, ആ ക്ഷേത്രം അന്വേഷിച്ചാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വള്ളത്തിലേറി ഒരു കൈത്തോട് കടന്ന് നാം ക്ഷേത്രഭൂമിയിൽ എത്തുകയാണ്. കോട്ടയിൽ ധർമ്മശാസ്താ ക്ഷേത്രം. ഈ ക്ഷേത്രവും പമ്പാനദിയുടെ തീരത്താണ്. പക്ഷേ ഈ കാണുന്നത് പമ്പാനദിയല്ല, ഇത് കൈത്തോടാണ്. ക്ഷേത്രത്തിന് പുറകിലായിട്ടാണ് പമ്പാനദി വരുന്നത്. കോട്ടയിൽ ധർമ്മശാസ്താ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, ചെമ്പകശ്ശേരി രാജാവ് ഇവിടെ, അദ്ദേഹത്തിന് പ്രഭാവം ഉണ്ടായിരുന്ന കാലത്ത്, ദേവനാരായണൻ എന്ന രാജാവ്, അദ്ദേഹം ധാരാളം ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും പുതുക്കിപ്പണിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രദേശത്തിന് ആകെ ഒരു പ്രത്യേക തരത്തിലുള്ള പുരാണമായ പ്രസക്തിയുണ്ട്. ആ പുരാണ പ്രസക്തി എന്താണെന്ന് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു അതിദേവതയായ ഈശ്വര സാന്നിധ്യത്തെ അദ്ദേഹത്തിന് നന്നായി അനുഭവിക്കാൻ കഴിയുമായിരുന്നു. മാത്രമല്ല, ഒരു യോദ്ധാവിൻ്റെ ഭാവമുള്ള മൂർത്തിയാണ് തന്നെ കാത്തുരക്ഷിക്കുന്നതെന്ന തിരിച്ചറിവ് ദേവനാരായണൻ രാജാവിന് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെയുള്ള രാജാവ് തൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളുമായി ബന്ധപ്പെട്ട് ഓരോരോ പ്രത്യേക രീതിയിൽ, അതായത് ഇപ്പോൾ ഓരോ ഗ്രന്ഥപുരകളായാലും ശരി, അതുപോലെ തന്നെ വിശ്വാസത്തിനുള്ള പ്രത്യേക ആയുധപുരകളെല്ലാം അദ്ദേഹം നിർമ്മിച്ചിരുന്നത് ഇതുപോലെ രക്ഷാധികാരികളായ ഈശ്വരമൂർത്തികളെ തന്നെ സങ്കല്പിച്ചുകൊണ്ടാണ്. ഇവിടെ അദ്ദേഹത്തിനുണ്ടായിരുന്ന നെല്ലറകളാണ്. ധാരാളം നെല്ലുണ്ടായിരുന്ന സമൃദ്ധമായൊരു ദേശമാണ്. ഇന്ന് പോലും കേരളത്തിൻ്റെ നെല്ലറയാണ് കുട്ടനാട്. അപ്പോൾ അന്നത്തെ കാലം പറയണ്ടല്ലോ. അപ്പോൾ അത്രമാത്രം നെല്ല് കൊയ്ത് കൂട്ടിയിരുന്നു. അത് നെല്ലൊരു കോട്ട പോലെ, നെല്ല് കൂട്ടിയിട്ടാൽ അതൊരു കോട്ട പോലെ ഇരിക്കുമായിരുന്നു. അങ്ങനെ നെല്ല് കൊണ്ട് കോട്ടയുണ്ടായിരുന്ന പ്രദേശമാണ് പതിയെ പതിയെ കോട്ട എന്നറിയപ്പെടാൻ തുടങ്ങിയത്. അന്ന് ആ നെല്ലറയ്ക്ക് കാവലാളായി നിന്നിരുന്ന ധർമ്മശാസ്താവാണ് ഇന്ന് കോട്ടയിൽ ധർമ്മശാസ്ത്ര സങ്കല്പത്തിൽ ഇവിടെ നിലകൊള്ളുന്നത്. കോട്ടയിൽ ക്ഷേത്രത്തിൽ ധർമ്മശാസ്താവ് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. ചങ്ങങ്കരി ധർമ്മശാസ്താവും പടിഞ്ഞാറോട്ടാണ് ദർശനം. പടിഞ്ഞാറോട്ട് ദർശനം വരുമ്പോൾ ഉഗ്രഭാവം ഏറുമെന്ന് അറിയാമല്ലോ. എന്നാൽ ഇവിടെ മറ്റൊരു വലിയ പ്രത്യേകതയുള്ളത്,
അവിടെ ചങ്ങങ്കരിയിൽ മന്ത്രവാദി അപ്പനായിട്ടാണ് ശാസ്താവ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ അമൃതകലശം കയ്യിലേന്തിയ രീതിയിലാണ് വിഗ്രഹം കാണുന്നത്. അമൃതകലശം കയ്യിലേന്തുക എന്ന് പറഞ്ഞാൽ ധന്വന്തരി ഭാവം കൂടി അവിടെ നേരെ വിലയം പ്രാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ധന്വന്തരി ഭാവം കൂടി സാന്നിധ്യം കൂടി ഉണ്ട് എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ മുൻപ് കാലത്ത് ഇത് നെല്ലറകളും കോട്ടകളുമായിരുന്ന സമയത്ത് അന്നപൂർണേശ്വരി ഭാവവും നിറഞ്ഞു നിന്നിരുന്നു. അതുപോലെ തന്നെ വൈദ്യനാഥ ഭാവത്തിൽ അല്ലെങ്കിൽ പിശഗ്ഗുര ഭാവത്തിൽ ധർമ്മശാസ്താവിയുടെ അനുഗ്രഹം ചൊരിഞ്ഞിരുന്നു. ക്ഷേത്രത്തെ ദർശിച്ച് വലം വെച്ച് വരുമ്പോൾ പിന്നീട് കാണുന്നത് ഒരല്പം കുഴിയിൽ എന്നിട്ട് അല്പം താഴ്ന്ന രീതിയിൽ ശിവലിംഗമാണ്, ശിവലിംഗ പ്രതിഷ്ഠയാണ്. ഇവിടുത്തെ ശ്രീകോവിലിൻ്റെ ആകൃതിയും സവിശേഷമാണ്, വളരെ പുരാതനമാണെന്ന് കാണാം, കരിങ്കല്ലിൽ തീർത്തിരിക്കുന്നതാണ്. പക്ഷേ മനോഹരമായ ഒരു ശ്രീകോവിൽ, വലിപ്പം കുറഞ്ഞ് എന്നാൽ നിൽക്കുന്ന ആൾ താഴേക്ക് നോക്കിയാൽ മാത്രം ഭഗവാനെ കാണുന്ന രീതിയിൽ ഒരു ശിവസങ്കല്പം ശിവലിംഗ രൂപത്തിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ശ്രീകോവിലിന് നേരെ മുന്നിലായിട്ട്, സാധാരണ ഒക്കത്തുനിന്ന് വരുന്ന പോലെ സങ്കല്പമാണെങ്കിലും ശ്രീകോവിലിന് നേരെ ഒരല്പം മുന്നിലായിട്ടാണ് ഇവിടെ ഗണപതി സാന്നിധ്യമാകുന്നത്. ഒരു ചെറിയ ക്ഷേത്രമാണ്, ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാകെ ഇത്ര തന്നെയുള്ളൂ. പക്ഷേ ഈ ഒരു അമ്പലപ്പുഴയുടെ ചരിത്രത്തെ പരാമർശിക്കുന്ന പഴയ ഗ്രന്ഥങ്ങളിൽ പോലും കോട്ടയിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ നാമമുണ്ട്. ഈ നെല്ലറ കൊണ്ടുള്ള കോട്ടയും അതിൻ്റെ പ്രൗഢിയും അതിൻ്റെ ഈ ഒരു ചെമ്പകശ്ശേരി രാജ്യം എത്രത്തോളം ഐശ്വര്യപ്രദമായിരുന്നുവെന്ന്, സമ്പൽ സമൃദ്ധമായിരുന്നുവെന്ന സൂചനകളിലൊക്കെ ഈ ക്ഷേത്രവും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കണ്ട് അതുപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചരിത്ര പ്രാധാന്യങ്ങൾ നാട്ടുകാരിൽ നിന്ന് തന്നെ മനസ്സിലാക്കി നാം ഈ ക്ഷേത്രഭൂമിയുടെ പരിസര പ്രദേശത്തെ ഒന്ന് വീക്ഷിക്കുമ്പോൾ ഇതൊരു കാലത്ത് വനമായിരുന്നിരിക്കുവാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് കണ്ടെത്തുവാനാകും. കാടുകളിൽ മാത്രം കാണുന്ന, ഉൾക്കാടുകളിൽ മാത്രം കാണുന്ന ഉയരമുള്ള വൃക്ഷങ്ങൾ, വള്ളികൾ എല്ലാം ധാരാളമായുണ്ട്. മാത്രമല്ല ഇവിടെ വളരെ വലിയ സർപ്പക്കാവുകളുമുണ്ട്. അദ്ദേഹം നമ്മോട് പറഞ്ഞിരുന്നു നേരത്തെ, ഇവിടെ സർപ്പ ആരാധനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. മുമ്പ് കാലത്ത് 7 ദിവസം സർപ്പാരാധനവും സർപ്പബലിയും ഒക്കെ നടത്തിയിരുന്ന കാര്യവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുമ്പോൾ പൊതുവിൽ തന്നെ നമുക്ക് ഈ ഒരു ആലപ്പുഴ ജില്ലയുടെ പല ഭാഗങ്ങൾക്കും സർപ്പാരാധനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. മണ്ണാറശാലയുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. അതുപോലെ തന്നെ വയലാറിനടുത്ത് തിരുനാഗംകുളങ്ങര, അതും ആലപ്പുഴ ജില്ലയിലുള്ള ക്ഷേത്രമാണ്. ഇവിടെ എല്ലാം ശക്തമായ നാഗ ആരാധനാ സമ്പ്രദായങ്ങളുള്ളതിനൊരു പ്രധാന കാരണം ഇവിടുന്ന് ഒരു പത്തിയൂർ മുതൽ വടക്കോട്ടുള്ള ഭാഗവും അതുപോലെ കുട്ടനാട് ഉൾപ്പെടുന്ന പ്രദേശവുമെല്ലാം പഴയ, അതായത് പുരാണങ്ങളിൽ പരാമർശിക്കുന്ന ഖാണ്ഡവ വനമായിരുന്നു എന്നാണ് പറയുന്നത്. ഖാണ്ഡവ വനം അഗ്നിക്കിരയായപ്പോഴാണല്ലോ അവിടുന്ന് പിന്നീട് മണ്ണാറിയപ്പോൾ മണ്ണാറശാല എന്ന പേര് വന്നത്. പക്ഷേ ഖാണ്ഡവ വനം അന്ന് അഗ്നിക്കിരയാക്കിയപ്പോൾ ഒരു പ്രദേശം മാത്രം അഗ്നി ബാധിക്കാതെ മാറി നിന്നു അത്ര. അതിന് കാരണം ആ വനത്തിനുള്ളിൽ തക്ഷകൻ തപസ് ചെയ്യുകയായിരുന്നു. തക്ഷകൻ തപസ് ചെയ്ത പ്രദേശമായതുകൊണ്ട് ഈ പ്രദേശം മാത്രമാണ് അന്ന് അഗ്നിക്കിരയാകാത്തത്. ഈ പ്രദേശം മാത്രം പച്ചയായി നിന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് ഈ ദേശത്തിൻ്റെ നാമം പച്ച എന്ന് വന്നതത്രേ. തക്ഷകൻ തപസ് ചെയ്ത പ്രദേശം അന്നും ഇന്നും പച്ചയായി തന്നെ നിൽക്കുകയാണ്. നാഗദൈവങ്ങൾ ഇവിടെ നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും പുരാതനമായ നാഗ ആരാധനാ സമ്പ്രദായങ്ങൾ ആലപ്പുഴ ജില്ലയുടെ സ്വന്തമായിട്ടുണ്ടാകുമ്പോൾ മണ്ണാറശാലയ്ക്ക് തത്തുല്യമായ പ്രാധാന്യത്തോടു കൂടി തന്നെ, ആ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഇവിടെ നമുക്ക് സർപ്പക്കാവുകളെ കാണാനാകും. അഗ്നിക്കിരയാകാത്ത പ്രദേശമായതുകൊണ്ടാണ് ഇവിടെ നമുക്ക് പച്ച എന്ന പേര് വന്നെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ചുറ്റുവട്ടത്തുമുള്ള പ്രദേശങ്ങൾക്ക് കരി എന്ന പേര് വരുവാൻ കാരണം, ഇതിനു മുൻപ് നാം പറഞ്ഞു കരിക്ക് പുഞ്ചപ്പാടങ്ങൾക്കാണ് കരി എന്ന് പറയുന്നത്. എന്നാൽ അതല്ലാതെ ഒരു സങ്കല്പമുള്ളത്, ഈ കാണ്ഡവവനമാകെ അഗ്നിക്കിരയായി കരിഞ്ഞു പോയല്ലോ. അങ്ങനെ കരിഞ്ഞു പോയ പ്രദേശങ്ങളായതുകൊണ്ടാണ് പലതിനും കരി എന്ന പേര് വന്നതത്രേ. ഇവിടം മാത്രം പച്ച എന്നറിയപ്പെടുന്നു. തീർച്ചയായും ഇതിനുള്ളിലേക്ക് വരുമ്പോൾ പച്ചപ്പും ആ ഒരു പഴയ കാലത്തിൻ്റെ പ്രത്യേകതകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനാകുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ടത് ഈ കാവ് വളരെ പുരാതനമായ സങ്കല്പങ്ങൾ നിലകൊള്ളുന്ന, ആരാധനകൾ മനസ്സിലാക്കുന്ന, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിശ്വാസങ്ങളെ തിരിച്ചറിയുന്ന വള്ളികളും മരങ്ങളും നിൽക്കുന്ന കാവാണ്. കോട്ടയിൽ ക്ഷേത്രത്തിൻ്റെ ഒരു കാലത്തെ പ്രാധാന്യം നാം മനസ്സിലാക്കുകയാണ്. പക്ഷേ ഇപ്പോൾ പുറം ലോകത്തിന് അത്ര അറിയാതെ പോയിരിക്കുന്നു എങ്കിലും ഈ ഗ്രാമവാസികൾക്ക് ഈ ക്ഷേത്രം, ഇവിടുത്തെ മൂർത്തി അവരുടെ തേവർ തന്നെയാണ്, അവരുടെ രക്ഷാധികാരി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും ആ ഒരു ഗ്രാമം എപ്പോഴും ഒരു മനസ്സോടു കൂടി ഉണ്ടാകും. വളരെ പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ചെമ്പകശ്ശേരി രാജാവിൻ്റെ നെല്ലറയായിരുന്നു, അതിൻ്റെ കോട്ടയാണെന്നുള്ള ഐതിഹ്യമൊക്കെ നിങ്ങൾ മനസ്സിലാക്കി, ചരിത്രം മനസ്സിലാക്കി.
പക്ഷേ ഈ ക്ഷേത്രം എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നുള്ളതിന് എന്തെങ്കിലും ഒരു സൂചന ലഭിച്ചിട്ടുണ്ടോ? ഒരു അറിവില്ല. ചെമ്പൈശ്ശേരി രാജാവിൻ്റെ കാലത്താണെന്നുള്ളേ അറിയാവൂ. ഇവിടെ കണ്ടുകൃഷി പറയാമല്ലോ, കണ്ടുകൃഷി നിലങ്ങളായിരുന്നു. രാജാവിന് അന്ന് ലെവി ഇളക്കേണ്ട ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ ഇന്നത്തെ വില്ലേജ് ഓഫീസ് അന്ന് പ്രവർത്തിക്കച്ചേരി എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നു. ഈ വില്ലേജ് ഓഫീസറെ അറിയപ്പെട്ടിരുന്ന പ്രവർത്തിയായിരുന്നു. ഇവിടെ പാറയിൽ ഒരു കുടുംബമുണ്ട്. പാറ കുടുംബത്തിന്റെ ഇങ്ങേപ്പുറം ഒരു വീടുണ്ട്. അവിടെ 2 മുറിയിലെ കിഴക്ക് പടിഞ്ഞാറായിട്ട് 2 മുറി ഉണ്ടായിരുന്നു. അതിലായിരുന്നു കച്ചേരി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിലെ പ്രവർത്തിയാർ, അതായത് വില്ലേജ് ഓഫീസർ താമസിച്ചുകൊണ്ടിരുന്നത് തൊട്ട് അതിന്റെ അങ്ങേപ്പുറമുള്ള ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആയിരുന്നു. അത് കാലാന്തരത്തിൽ അത് എടത്വ പാലത്തിന്റെ തെക്കേക്കരെ, അതും ഞങ്ങളുടെ സ്ഥലമായിരുന്നു. അവിടോട്ടാണ് പോയത്. അതിനുശേഷം അത് ഇന്ന് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് കോഴിൽമുക്ക് എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കാലാന്തരത്തിൽ അത് ഇപ്പൊ എടത്വായി എന്നായി. പിന്നെ കണ്ടീഷൻ നിലങ്ങളില് അന്ന് രാജഭരണകാലത്ത് ഈ ലവി ഇളക്കുക എന്ന് പറഞ്ഞല്ലോ, അത് ഈ ഇവിടെ നെൽപ്പുരകളുണ്ടായിരുന്നു. കോട്ടയ്ക്ക് തുല്യമായ നെൽപ്പുരകളുണ്ടായിരുന്നു. അപ്പൊ ചെമ്പൈശ്ശേരി ഇവിടെ സന്ദർശനം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ആരാധനാ മൂർത്തിയായിരുന്നു ധർമ്മശാസ്താവ്. അതിന്റെ ഐതിഹ്യം അങ്ങനെയുണ്ട്. കാലാന്തരത്തിൽ ഇതെല്ലാം ക്ഷയിച്ചു. ഇപ്പൊ നോക്കിയാൽ ഇവിടെ അതിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കും. അന്നത്തെ കിണറാണ്. ഈ കിണറിന്റെ അങ്ങപ്പുറം ഒരു കിണർ, നല്ല ശുദ്ധമായ ജലമായിരുന്നു. ഇവിടെ കാലാന്തരത്തിൽ ഇതങ്ങ് ക്ഷയിക്കുകയും ഈ അമ്പലത്തിന്റെ ചങ്ങങ്കരി സബ് ഗ്രൂപ്പിന്റെ കീഴിൽപ്പെട്ട ക്ഷേത്രമാണിത്. ചങ്ങങ്കരിയിൽ നമ്മളൊരു വെള്ളാപ്പള്ളി കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആ കുടുംബക്കാരാണ് എടത്വ പള്ളിക്ക് സ്ഥലം കൊടുത്തത്. ഇപ്പൊ എന്റെ ചെറുപ്പത്തില് ഇവിടെ ഒരു കാർന്നോര് താമസിച്ചിരുന്നു. ഈ പ്രായത്തിൽ ഞാൻ അവിടെ ചെല്ലുമ്പോഴേ, ഞങ്ങൾ കൂട്ടുകാർ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്നുള്ള കാര്യസ്ഥർ വന്ന് പുകയില കൊടുത്തിട്ട് അവിടെ കൊടികേറുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇവിടെ ഈ നെൽപ്പരകൾ അളന്നുകൊണ്ടിരുന്നു. ഇവിടെ നെല്ല് കൂട്ടിയിട്ടിട്ട് അത് അമ്പലപ്പുഴയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു ഇടപാട്. അത് ഈ പ്രവൃത്തിയാരുടെ കടമയായിരുന്നു. നെല്ലളക്കാൻ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. കാലാന്തരത്തിൽ ഇതെല്ലാം ക്ഷയിച്ചു പോയി എന്നുള്ളതേ ഉള്ളൂ. തുംഗമംഗളം ഭംഗ്യാ തിങ്ങി വിളങ്ങി വാഴും, തുംഗമംഗളം ഭംഗ്യാ തിങ്ങി വിളങ്ങി വാഴും അയ്യപ്പ പാലയമ പാപഹരി അയ്യപ്പ പാലയമ. എന്നിൽ നിന്നറിവില്ലാതെന്തെങ്കിലും പിഴകൾ, എന്നിൽ നിന്നറിവില്ലാതെന്തെങ്കിലും പിഴകൾ വന്നു പോയെങ്കിലാവ സർവം ക്ഷമിച്ചിടേണം, വന്നു പോയെങ്കിലാവ സർവം ക്ഷമിച്ചിടേണം അയ്യപ്പ പാലയമ പാപഹരി അയ്യപ്പ പാലയമ. നാഥ ദാരിദ്ര്യ ദുഃഖ പായോ നദി കടപ്പാൻ, നാഥ ദാരിദ്ര്യ ദുഃഖ പായോ നദി കടപ്പാൻ, ആധാരം മങ്ങല്ലാതില്ലാരും ഓംകാരമൂർത്തേ, ആധാരം മങ്ങല്ലാതില്ലാരും ഓംകാരമൂർത്തേ അയ്യപ്പ പാലയമ പാപഹരി അയ്യപ്പ പാലയമ. അയ്യപ്പ സ്വാമി നിന്റെ ചിന്മുദ്ര ചാർത്തി ആരണ്യഭൂവിൽ വന്ന് നിൻ പീഠം തേടി, അഗതിക്കു തുണയായെന്നും ഭക്തനെ പരിപാലിക്കും അഖിലേശനെ നിൻ പാദപൂജ ചെയ്യൂ ഞാൻ. ഗ്രാമജീവിതം, അതിൻ്റെ എല്ലാ തുടിതാളങ്ങളിലും നാഥനായി ഒരു ഈശ്വരനുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന കാലം അത് പഴയ കാലമൊന്നുമല്ല. ഈ പുതിയ കാലത്തും അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഗ്രാമജീവിതങ്ങളിൽ പലതും മാറിപ്പോകാതെ നിലകൊള്ളുന്നുണ്ട്. നഗരജീവികളാകട്ടെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴോ ഗ്രാമങ്ങളിലേക്ക് എത്തുവാൻ, ഗ്രാമ അന്തരീക്ഷങ്ങളിലേക്ക് എത്തുവാൻ
ഇത് ഇങ്ങനൊരു ക്ഷേത്രം എത്ര ചെറുതും ആയിക്കൊള്ളട്ടെ, പക്ഷേ ഇതുപോലൊരു അന്തരീക്ഷത്തിൽ ഒത്തുചേരുവാൻ, നാട്ടുകാരും എല്ലാവരുമായി ഒത്തുചേരുവാൻ എപ്പോഴും മനസ്സ് ആഗ്രഹിക്കാറില്ല. ഈ ആഗ്രഹങ്ങളെ കേന്ദ്രീകരിക്കുവാൻ അല്ലെങ്കിൽ ഒത്തുചേർക്കുവാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രം എന്ന സങ്കല്പം തന്നെ ഉള്ളത്. ശാന്തിയോടുകൂടി, സമാധാനത്തോടുകൂടി, മറ്റുള്ള ചിന്തകളില്ലാതെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തുചേരുവാനുള്ള അവസരം അത് ക്ഷേത്രങ്ങൾ നമുക്ക് നൽകുന്നു. കോട്ടയിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കാവുകളുടെ പ്രാധാന്യം പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് നിരവധി ക്ഷേത്രങ്ങൾ ഓർത്തെടുക്കുവാനായി. മണ്ണാർശാലയും നാഗംകുളങ്ങരയൊക്കെ കുറിച്ച് പറയാനുമായി. ഇവിടെ എല്ലാ വൃക്ഷങ്ങളിലും ഈശ്വര സാന്നിധ്യമുണ്ട് എന്നതാണ് സത്യം. ഇവിടെ ഇങ്ങനെ പറഞ്ഞു നാം വീണ്ടും ഒരു വൃക്ഷ സമൂഹത്തിന് മുന്നിലേക്ക് എത്തുകയാണ്. വലിയ വൃക്ഷങ്ങൾ പേരാലും ഒക്കെയുണ്ട്, എന്നാൽ അതിനെല്ലാം ചേർന്ന് വലിയൊരു വൃക്ഷ സമൂഹമായ ഒരു കാവിൻ്റെ പ്രകൃതി തന്നെയുണ്ട്. ഇവിടെയാണ് ബ്രഹ്മരക്ഷസ സാന്നിധ്യമാകുന്നത്. ബ്രഹ്മരക്ഷസൻ തിരുമുന്നിൽ കൂടി എത്തിക്കഴിയുമ്പോൾ നാം കോട്ടയിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ പൂർത്തിയാക്കി. ഈ പറഞ്ഞതുപോലെ ഗ്രാമജീവിതത്തിന് മുന്നിലൂടെ ഒഴുകുന്ന കൈത്തോടും തൊട്ടുപുറകിലായി ഒഴുകുന്ന പമ്പാനദീ സാന്നിധ്യവും ഒക്കെ നൽകുന്ന ഒരു ചൈതന്യം. പിന്നെ പോരാത്തതിന് ഖാണ്ഡവവനം എന്ന ഖാണ്ഡവവനത്തിൽ കത്താതെ നിന്ന തക്ഷകൻ തപസ്സു ചെയ്ത പ്രദേശം, അതുകൊണ്ട് പച്ചപ്പായി നിന്ന പ്രദേശം എന്ന് നാമുള്ളൊരു കാവ് കൂടി കാണുവാനാകുന്നു. അങ്ങനെ എല്ലാ നന്മകളും ഈ പ്രദേശത്ത് ഒത്തുചേരുന്നു എന്ന് പറയുമ്പോൾ കോട്ടയിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം കാഴ്ചയിൽ ചെറുതാണ് എങ്കിലും വലിയ പ്രാധാന്യമുള്ളതാകുന്നു. മാത്രമല്ല കാഴ്ചാവിശേഷങ്ങൾ കൊണ്ട് അനുഗ്രഹം നൽകുന്നതുമാകുന്നു. അങ്ങനെ ഈ ദിവസവും നന്മകൾ നേർന്നുകൊണ്ട് വിടവാങ്ങുകയാണ്. നമസ്കാരം.